സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് സന്ദർശിക്കാനായിട്ട് പോകുന്നത് റോമിലെ ഏറ്റവും വലിയൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രമായ സാങ്ച്വറി ഓഫ് അവർ ലേഡി ഓഫ് ഡിവൈൻ ലവ് എന്ന് പറഞ്ഞ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. 1740 ഒരു തീർത്ഥാടകൻ റോമിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് തെരുവ് നായ്ക്കൾ ഓടിച്ച് അദ്ദേഹം മരണഭയം അദ്ദേഹത്തിനുണ്ടായി. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയെ ഓർക്കുകയും ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ ഗോപുരത്തിന് മുന്നിൽ മാതാവിന്റെ ഒരു ചിത്രം കാണുകയും ആ മാതാവിനോട് എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അത്ഭുതകരമായിട്ട് മാതാവ് ആ മകനെ സംരക്ഷിച്ചു. അതിനുശേഷം 1744 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പുതിയ ദേവാലയം പണിയിപ്പിക്കാനായിട്ട് ഇടവരുത്തി. അങ്ങനെയാണ് മാതാവിനോടുള്ള ഒരു വലിയ ഭക്തി ഇവിടെ തുടങ്ങുന്നത്. എല്ലാ മെയ് മാസവും ഒക്ടോബർ വരെ എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ നിന്ന് റോമിൽ നിന്ന് അനേകരാണ് പദയാത്രയായിട്ട് ഈ ദേവാലയത്തിലേക്ക് പോവുകയും പരിശുദ്ധ അമ്മയുടെ വലിയ തീർത്ഥാടനവും പരിശുദ്ധ അമ്മയുടെ ദിവ്യ സ്നേഹം അനുഭവിക്കുകയും ചെയ്യുന്നത്. നമുക്കും ഇന്നേ ദിവസം ഈ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും സംരക്ഷണവും തേടാം. ഞാൻ ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഒരുപാട് പേരാണ് അവിടെ തടിച്ചോടുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ ഗീതങ്ങൾ ആലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് കടന്നു വന്നുകൊണ്ടിരുന്നത്. ഈ പള്ളി 1744 പണിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമാണ്. വളരെ പുരാതനമായിട്ടുള്ള ഒരു ദേവാലയം. ഇവിടെയാണ് ആ ഗോപുരത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒറിജിനൽ ഐക്കൺ വെച്ചിരിക്കുന്നത്. ആ അത്ഭുത ചിത്രമാണ് അവിടെ മാലാഖമാരാൽ ചുറ്റപ്പെട്ട് അവിടെ ഒരു പരിശുദ്ധ അമ്മയുടെ ഈ റോമിലേക്ക് വന്ന യാത്രികനെ സംരക്ഷിച്ച ആ പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ദിവ്യ സ്നേഹത്തിൻ്റെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അവിടെയുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ പടം അത് അവർ പിന്നീട് കൂട്ടിച്ചേർത്താണ്. അതായത് പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആത്മീയ ബന്ധം, അതുപോലെ തന്നെ ഈശോയ്ക്ക് ജന്മം കൊടുത്തതിനെല്ലാം ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരിതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പടം അവർ വീണ്ടും കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ എപ്പോഴും ആൾക്കാരാണ്. നമ്മൾ മറ്റ് പള്ളികളിൽ പോകുന്ന പോലെയല്ല, ഇവിടെ വരുന്നവർ ശരിക്കും പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി സഹായം തേടുവാൻ വരുന്നവരാണ്. ഇവിടെ ഒത്തിരിയേറെ മാർപ്പാപ്പന്മാർ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന സംഭവമാണ്. ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെയും അതുപോലെ തന്നെ ജോൺ 23 മാർപ്പാപ്പയുടെ എല്ലാം ഇങ്ങനെ വന്ന് വിസിറ്റ് ചെയ്ത ദിവസത്തെ എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ എഴുതി വെച്ചൊക്കെയും രൂപങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് താനും. പിന്നെ നമ്മൾ ആ സൈഡിലുള്ള കപ്പേളകളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ, പരിശുദ്ധ അമ്മ വഴി അനേകർ നടക്കാൻ പറ്റാത്തവർ എഴുന്നേറ്റ് നടന്നത്, അങ്ങനെ പലതരത്തിലുള്ള അത്ഭുതങ്ങളുടെ ഇതൊക്കെയുണ്ട്. അതിൻ്റെ ഉപകാര സ്മരണകൾ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ഇത് ഓർമ്മപ്പെടുത്തലുകളാണ്. അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടായത് അല്ലെങ്കിൽ സൗഖ്യം കിട്ടിയത്, അങ്ങനെ രോഗസൗഖ്യം നടക്കാൻ പറ്റാത്തവർ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വടിയെല്ലാം മുടന്തുവടിയെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക. അപ്പോൾ അങ്ങനെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി അവർക്ക് നൽകിയിട്ടുണ്ട്. അതിനെല്ലാം അവർ ഓർത്തുകൊണ്ട് ഉപകാര സ്മരണകളാണ്. അവർക്ക് കിട്ടിയ സൗഖ്യങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ ആ ദേവാലയത്തിന് പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന അന്നത്തെ ഒരു ട്രഡീഷനാണ് ഇറ്റലിയിലെ. ഇത് നമുക്ക് വഴിയിലൊക്കെ കാണാം. അവിടെ നമ്മൾ ഭിത്തികളിലെല്ലാം മാതാവ് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്ത്. അതിനുശേഷം നമ്മൾ താഴോട്ട് പോവുകയാണ്. ഇതൊരു ചെറിയൊരു മലയാണ്. മലയുടെ മുകളിലാണ് ഈ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം ഉള്ളത്. മൊത്തം പച്ചപ്പാണ്. അവർ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുകയും നല്ല രീതിയിൽ തീർത്ഥാടകർക്ക് വരുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വഴികളിൽ കൂടെ ചെല്ലുമ്പോൾ ഭിത്തികളിലെല്ലാം ഒരുപാട് ഉപകാര സ്മരണകൾ, മാതാവിൻ്റെ രൂപവും അതിനെ തൊട്ടടുത്ത് കണ്ട് ഓരോ ഭിത്തിയിൽ ഓരോ സ്ഥലത്തും അവർ
കിട്ടിയ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തി വെക്കുന്ന ഒരു ചരിത്രവും കാണുവാനായിട്ട് സാധിക്കും. അവിടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയവർ എഴുതി വച്ചിരിക്കുന്നതാണ്. വീണ്ടും നമ്മൾ താഴോട്ട് നടന്ന് ചെല്ലുമ്പോൾ വലിയൊരു ഗാർഡനും അവിടെ ആൾക്കാർ വന്ന് അവരുടെ ഭക്ഷണം കൊണ്ടൊക്കെ ഇരിക്കുന്നവരുണ്ട്. അതിനുശേഷം നമ്മൾ പുതിയ പള്ളിയിലേക്ക്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആശീർവദിച്ച ഒരു പുതിയ ദേവാലയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ എപ്പോഴും ആൾക്കാരാണ്. ഞാൻ ചെന്നപ്പോഴാണെങ്കിലും അത് ആരാധന ചാപ്പലാണ്. അവിടെയും ഒത്തിരി പേരിരുന്ന് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടാണ് കൂടുതൽ വരുന്നത്, ടൂറിസ്റ്റുകളല്ല. നമ്മൾ റോമിലെ മറ്റു പള്ളികളിൽ ചെല്ലുമ്പോൾ കൂടുതൽ പേരും അവിടെ വന്ന് ടൂറിസ്റ്റുകളായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ കൂടുതലും ശരിക്കും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന അനേകരാണ്. ഇവിടെ പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒത്തിരിയേറെ റോമിനെ സംരക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് അന്നത്തെ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി സഹായിച്ചു. അതിനുശേഷം ഈ ഭക്തി കൂടുതൽ പ്രചരിക്കുകയും ചെയ്തു. കാരണം അന്ന് പരിശുദ്ധ അമ്മ രണ്ടാം ലോക മഹായുദ്ധത്തിൽ റോമിനെ വലിയ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു. അതിനെ ഓർമ്മപ്പെടുത്തി അവർ എപ്പോഴും മാതാവിന് നന്ദി പറയുന്നുണ്ട് റോമൻ ജനത. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പണിയേൽപ്പിച്ച ഒരു ദേവാലയമാണ്, പുതിയ ദേവാലയം. അവിടെ മാതാവിന് കിരീടം ചാർത്തിയതും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. നമ്മൾ പഴയ ചാപ്പലിൽ മാതാവിൻ്റെ രൂപത്തിൽ കിരീടം ചാർത്തിയിട്ടുണ്ട്. അത് അന്നത്തെ പാപ്പ ചാർത്തിയതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ. ഇപ്പോൾ ഒരു കർദിനാൾ ഇവിടെ വിശുദ്ധബലി ചൊല്ലുകയായിരുന്നു ഈ അത്ഭുത രൂപത്തിന് മുന്നിൽ. ഇത് പിന്നീട് പണിത അതേ മോഡൽ തന്നെ ഒരു ഐക്കണാണ്. ഇവിടെയും ഒത്തിരിയേറെ ഈ പള്ളി നിറച്ച ആൾക്കാരെന്നത് 11 മണിയുടെ കുർബാനയായിരുന്നു. അത്രമാത്രം ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നവരാണെന്ന് ഓർക്കണം. അതാണ് ഈ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കിരീടം ചാർത്തിയിരിക്കുന്നതാണ്. ഇവിടെ ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് പലർക്കും ലഭിക്കുന്നത്. അതിന് നന്ദി പറയുവാനും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാനും റോമൻ ജനതയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ ദേവാലയത്തിൽ പയസ് 12 പാപ്പയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു രൂപവും അവിടെ അവർ വെച്ചിട്ടുണ്ട്. ലോകമഹായുദ്ധത്തിൽ പിയൂസ് പാപ്പ ഒത്തിരിയധികം പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന്. ഒരുപാട് ജനതകളാണ് അവിടെ വരുന്നതും പ്രാർത്ഥിച്ച ശേഷം അവർക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.